ഇന്ന് നെസ്റ്റോയിലേക്ക് പോയിട്ടാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ മാസപ്പടി സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നെസ്റ്റോന്നാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയനും ഭാര്യയും നെസ്റ്റോ തന്നെ ആണ് എല്ലാ മാസവും മേടിക്കാറ്. അപ്പോൾ പിന്നെ അവർ പോകുമ്പോൾ പിന്നെ അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ തിരൂർ സൊസൈറ്റിയുടെ ലൈവ് എന്നാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ ചെന്ന വശം അപ്പൂനുള്ള പണി കൊടുത്തു. അപ്പു കുഞ്ഞുവിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവൻ നോക്കാമെന്നുള്ള അവൻ്റെ ഒരു ഉത്തരവാദിത്തത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ പിന്നെ എൻ്റെ അടുത്ത് നിർത്താമെന്ന് ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ അപ്പു ഉണ്ട് പറഞ്ഞു. അപ്പോൾ അപ്പു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഓരോ സാധനങ്ങളും എടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഓഫറുകൾ 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ ഓഫറുകളുണ്ട്. ഓഫറുകളുള്ള ഇതൊക്കെ നെസ്റ്റോൻ്റെ വിലയും MRP വിലയായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോണത് അറിയില്ല. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ സാധനങ്ങളും കാണുമ്പോൾ എടുക്കും. മീറ്റായാലും പലതരം ഇറച്ചികളും കാര്യങ്ങളും, ബേക്കറികൾ, ലൈവ് ഫുഡ്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പച്ചക്കറിയൊക്കെ നല്ല സൂപ്പർ, നല്ല ഫ്രഷ് പച്ചക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ കവറെടുത്ത് ഇടുന്നു. പിന്നെ അപ്പുറത്ത് പച്ചക്കറിയുടെ മാത്രം ഇപ്പുറത്ത് ബില്ലാക്കിയിട്ട് ബില്ല് വെച്ചിങ്ങനെ അവരുടെ കോഡ് അടിച്ചിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് അടിയിൽ ബില്ലടിക്കുകയാണ് ചെയ്യുന്നത്. മത്തങ്ങയൊക്കെ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ പല ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ഓഫറിലും കാര്യങ്ങളിലും ഉണ്ട്. സോപ്പും പൊടി ആയാലും അങ്ങനെ അല്ലാതും. അപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ ഇതുപോലെ സൈക്കിള് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സൈക്കിൾ കണ്ടപ്പോൾ പിന്നെ കുഞ്ഞു അതിൻ്റെ മുകളിലായി. എത്രയും പെട്ടെന്ന് ഗ്രാമലയ്ക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആൾ. ചങ്ങല ഇട്ടിട്ടില്ല, പക്ഷേ ആൾ നന്നായി അങ്ങോട്ട് ചവിട്ടി ആഞ്ഞ് പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനുകളായാലും മസാല പരട്ടിയിട്ട് വെച്ചതുണ്ട്. പിന്നെ ലൈവ് ഫുഡുണ്ട്, കാര്യങ്ങൾ അങ്ങനെ എല്ലാതും ഉണ്ട്. പിന്നെന്താ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകണത് അറിയില്ല. അത് വേറൊരു വഴി. നമ്മളിപ്പോൾ ലൈവിൽ പോയിട്ടായാലും വേറൊരു സ്ഥലത്ത് പോയിട്ടായാലും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ മാസത്തെ ഇത്ര രൂപ എന്നുള്ളത്. പക്ഷേ നെസ്റ്റോയിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് തന്നെ കയ്യിൽ പിടിച്ചിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അറിയാണ്ട് നമ്മൾ ഓരോ സാധനങ്ങളും എടുത്തു പോകും. പ്രത്യേകിച്ച് ഫുഡിൻ്റെ ലൈവ് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ചിലപ്പോൾ നമ്മളതൊക്കെ അറിയാണ്ട് തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ കയ്യിൽ പൈസ കരുതിയിട്ട് തന്നെ പോകണം. സാധാരണ നമ്മൾ മേടിക്കാൻ പോകുന്ന കടയിലേക്കുള്ള ആ പൈസ തന്നെ പിടിച്ച് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തികയാണ്ട് വരും. കണ്ടില്ലേ, കുഞ്ഞിപ്പോൾ അവിടെ ഇരുന്നിട്ട് ആഞ്ഞ് ചവിട്ടുകയാണ്. ചങ്ങല ഇട്ടിട്ടില്ല. എന്താ മാമ അത് പോവാത്ത, എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നന്നായി കെയർ ചെയ്ത് ആളെന്നെ നോക്കുകയൊക്കെ ചെയ്തു. അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ് കൊണ്ടുവരും ചെയ്തത്. അപ്പോൾ അവൻ നോക്കാമെന്ന് പറഞ്ഞിട്ടായ കാരണം പിന്നെ അവനെ നല്ലതിൽ നോക്കി. പിന്നെ എല്ലാതും എടുത്തു, ഞങ്ങൾ ബില്ലടിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് നെസ്റ്റോയിൽ ഒരുവിധം പകുതി മുക്കാലും ദിവസം അവിടെയായിരുന്നു. അപ്പോൾ നല്ലൊരു പർച്ചേസിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.